എവിടെ നോക്കട്ടെ. ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വെള്ളിയാഴ്ച സന്ധ്യ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ് കേട്ടോ. ഞാനൊരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് ലേറ്റായിപ്പോയി, എന്നാലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉപകരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സമയം പോലെ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ചക്കയുടെയാണ് ഇന്നത്തെ താരം കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നല്ല വിളയിച്ച ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നല്ല നമ്മുടെ വീട്ടിലുണ്ടായ ചക്കയാണ് കേട്ടോ. അങ്ങനെ വിളയിച്ച് മിക്കവാറും എല്ലാ വർഷവും ഈ ചക്ക സീസണിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവും. ഇനി അതല്ല എന്നുണ്ടെങ്കിലും അമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും വിളയിച്ചത്, നമുക്ക് ഇങ്ങോട്ട് തന്നു വിടാനായിട്ട് കണക്കാക്കി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ട്രെയിനിനാണ് കൊണ്ടുവരണമെങ്കിലും ചീത്താവാറില്ല കേട്ടോ. നമ്മളെപ്പോഴും എ സിയിലാണ് വരാറ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു തണുപ്പുണ്ടാവും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്രിഡ്ജിലും വെക്കും. അപ്പോൾ അതുകൊണ്ട് കാറിനാണ് ഇത്തവണ വന്നത്. അപ്പോഴും നമുക്ക് കാറിൽ തണുപ്പുണ്ടാവുമല്ലോ എ സിയുടെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സാധനം ചീത്തയായിട്ടില്ല, പെട്ടെന്നൊന്നും അത് കേടായി പോവില്ല കേട്ടോ. എന്ന് വെച്ചാൽ നന്നായിട്ട് വരട്ടി എടുക്കണം അടപ്പിലിട്ട്. നെയ്യും പിന്നെ ഈ ചുക്ക്, ഏലക്കായ, ജീരകം അതൊക്കെ ഇട്ടിട്ട് ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി ആ മഞ്ഞ കളറിലെ ചക്ക നല്ല ആ ബ്രൗൺ കളറാവും. ഇപ്പം ഞാൻ ആദ്യം കാണിച്ച പോലെ. ശരിക്കും ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാനായിട്ട് ഈ തേങ്ങയും കൂടി ഇതിലിട്ടതിന് ശേഷമാണ് ഞാൻ ഓർക്കണം, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ആണ് കേട്ടോ ആദ്യത്തെ ആ ഒരു പ്രോസസ്സ് ഒന്നും ഞാൻ കാണിക്കാതിരുന്നത്. അങ്ങനെ ചക്ക വിളയിച്ച ചക്കയും പിന്നെ തേങ്ങയും കൂടെയാണ് ഇട്ടത്. തേങ്ങ എനിക്കിങ്ങനെ കടിക്കുന്നത് അത്ര ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ മിക്സിയിലിട്ടൊന്ന് ഒതുക്കും. അപ്പോൾ ഒതുക്കിയപ്പോൾ ഒരു ഏലക്കായും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം സ്പൈസസ് എല്ലാം അമ്മ ഈ വിളയിച്ച സമയത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികമായിട്ട് ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഈ തേങ്ങയും ചക്ക വിളയിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കണേ. ഗോതമ്പ് പൊടിയും റാഗിപ്പൊടിയാണ് കേട്ടോ ചേർക്കണേ. സാധാരണ അരിപ്പൊടിയിട്ടാണ് മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുക, പക്ഷേ ഇവിടെ ഗോതമ്പ് പൊടിയിട്ട് ഉണ്ടാക്കുന്നത് കൂടുതൽ ഇഷ്ടമാണ്. അരിപ്പൊടിയിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ റാഗിപ്പൊടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ ഗോതമ്പ് പൊടിയിട്ട് ഉണ്ടാക്കിയപ്പോഴേക്കും പൊടി ഇത്തിരി കുറവായിരുന്നു, തീർന്നു പോയി. ഞാൻ എടുത്തപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ റാഗിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അരിപ്പൊടി ചേർത്തില്ല, ചുമ്മാ റാഗിപ്പൊടി ചേർത്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ആ റാഗിപ്പൊടി ചേർത്തേക്കണായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിക്കവാറും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയായിട്ട് ഉണ്ടാക്കാം. നല്ല റാഗിപ്പൊടി മാത്രം എടുക്കില്ല. ഇതിപ്പം ഗോതമ്പ് പൊടി 3 ഒരു ചെറിയൊരു കപ്പുണ്ടല്ലോ, അതിൽ 1 കപ്പല്ല 1/4 കപ്പിൽ എടുത്തിട്ട് അതിൽ 1 കപ്പ് റാഗിപ്പൊടിയും കൂടെ ചേർത്തു. ആ ഒരു കോമ്പിനേഷനിലാണ്, 3:1 എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് ഞാൻ എടുക്കാറ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്യൊക്കെ അമ്മ ആവശ്യത്തിന് ചേർത്ത് വരട്ടിയേക്കുന്നതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ നെയ്യോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. അപ്പം ഉപ്പും കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഈ സംഭവങ്ങളെല്ലാം കൂടെ കുഴച്ചെടുത്തു. ഞാനെപ്പോഴും ഈ ചക്കയിൽ ഇട്ടിരിക്കുന്ന ആ ശർക്കര ഉണ്ടല്ലോ, അതിനുള്ള പൊടിയെ ചേർക്കുള്ളൂ. എക്സ്ട്രാ ഞാൻ അധികം പൊടി ചേർത്തിട്ട് വീണ്ടും ശർക്കര ചേർക്കാറില്ല. അപ്പോൾ ചക്കയുടെ ഒരു ടേസ്റ്റ് കുറഞ്ഞു പോവും. അപ്പോൾ എനിക്ക് അത്ര ഒരു ടേസ്റ്റായിട്ട് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഇതിനിപ്പോൾ അധികം ചക്ക വേണം, നല്ല ചക്കയുടെ, അതായത് ചക്ക വിളയിച്ചത് വേണം. അത് ഒരു ഇതാണ്. ഇനിയിപ്പോൾ കുറവുള്ള ആൾക്കാർക്കാണെന്ന്, കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പൊടിയിട്ടിട്ട് കുറച്ചും കൂടെ ശർക്കരയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കിച്ചണിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുക, ചപ്പാത്തി പരത്തുക, കുഴയ്ക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ പാറുവിന് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പാറു വന്ന് പുറകെ നടന്ന് ബഹളം വെച്ച് അവൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുവാണ് കേട്ടോ. ഞാനിത് തുടങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേറൊരു കുഞ്ഞിക്കൈ കാണാമായിരുന്നു. അത് പാറുക്കുട്ടി വന്ന് ഇങ്ങനെ കൈയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കണക്കിനാണ് ഞാൻ അവളെ അതിലൊന്നും കൈ ഇടാതെ ഒന്ന് നിർത്തണേ. പിന്നെ ഞാൻ അപ്പം തന്നെ പറയും, പോയി കൈ കഴുകിയിട്ട് വന്ന് പറയും. എന്തായാലും അവൾ കൈയിടുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ചക്കയുടെ ഏകദേശം പകുതിയോളം പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ ഇഡ്ഡലി തട്ടിൽ വെച്ച് അങ്ങ് പുഴുങ്ങിയെടുക്കാം. ഇത് ഈ വാഴയിലയുടെ തന്നെ തണ്ടാണ് കേട്ടോ. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, മിക്കവർക്ക് അറിയാൻ പറ്റും. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ, അപ്പോൾ ഈ ആവി മുകളിലോട്ട് വരുമ്പോൾ സ്റ്റക്കാവില്ല. പിന്നെ അല്ല, അത് ഒരു വാഴയിലയുടെ ആ 2-3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ചെറിയ സ്പൂണും ഫോർക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ വരുമ്പോൾ ഫുള്ള് മൊത്തത്തിലങ്ങ് നല്ലോണം ആവി കയറി കിട്ടും കേട്ടോ. ഇത് വേപ്പില കഴുകി ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ കുട്ടയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. കുട്ട നമ്മൾ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഞാനിത് വാങ്ങിക്കാനൊന്നും ഉദ്ദേശിച്ച് ഇരുന്നതല്ല, വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കുട്ട. പക്ഷേ
എടപ്പള്ളി പള്ളിയിൽ പോയ സമയത്ത് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു അമ്മമ്മ കുട്ടയും കുറേ സാധനങ്ങളായിട്ടിരിക്കുന്നു. ഇതെൻ്റെ കണ്ണിലങ്ങ് ഉടക്കി. അപ്പം ഞാൻ ഊട്ടിപ്പോയത് വാങ്ങിച്ചു. 100 രൂപ അങ്ങനെ രണ്ടെണ്ണം 200 രൂപ. ഇനി ഇപ്പോൾ കാണിച്ചത് നമ്മുടെ ചക്കിലാട്ടിയ കടല എണ്ണയാണ് കേട്ടോ. ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് ഇതുപോലെ. ഞാനെപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ മെഴുക്ക് പുരട്ടിയോ തോരനോ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിലുണ്ടാക്കിയത്. പിന്നെ താളിക്കുമ്പോൾ ഈ നമ്മൾ ചട്നി ഉണ്ടാക്കൂലേ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ, അതിന് താളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാറുണ്ട്. ഇത് ഞാൻ അടുക്കളയിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ചുമ്മാ എടുത്തതാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ലൈവ് പ്ലാന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാനെപ്പോഴും കൂടുതൽ ലൈവ് പ്ലാന്റ്സ് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിങ്ങനെ വെക്കുമ്പോൾ എനിക്കൊരു പോസിറ്റിവിറ്റിയാണ്. അടുക്കളയിലാണല്ലോ കൂടുതൽ സമയം നമ്മൾ രാവിലെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഒരു ഗ്രീനറി. മണി പ്ലാന്റ് മാത്രമാണ് ഇവിടെ മര്യാദയ്ക്ക് വളരുള്ളൂ. കാരണം ഈ ഇവിടുത്തെ കാലാവസ്ഥയുടെ കൂടെ തോന്നുന്നു. അങ്ങനെ നമ്മുടെ ചക്കയുടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം നെയ്യൊക്കെ നന്നായിട്ട് ചേർത്തിട്ടാണ് അമ്മ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഗ്ലേസിങ് ഒക്കെ തോന്നിട്ടോ. നല്ല നെയ്യിൻ്റെ ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഈ ചെറിയ പീസ് ചൂടുണ്ടാവും. പിന്നെ നന്നായിട്ട് വെള്ളത്തെ കട്ടി കോറ്റും. ഗുഡാണോ ബാഡാണോ? താങ്ക് യു. ഇച്ചിരി ബാഡ്, ഇച്ചിരി തേറ്റി. ചുമ്മാ പറഞ്ഞാ ഇച്ചിരി ഒന്ന് ബാഡ് ഇതാ. 1 2 3 4 5 പിന്നെ 5 കാലെടുത്ത് 1 2 3 2. ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ കാലിലൊന്നും തൊടാൻ പാടില്ല. സൂക്ഷിച്ച് കഴിച്ചേ. 2 3 4 5 5 കാലെടുത്ത് 5 20 അല്ല 5 ഫിംഗേഴ്സ് ഉള്ള കാലല്ല. 5 ഫിംഗേഴ്സ് ആ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് സൺഡേ ഫാദേഴ്സ് ഡേ ആയിരുന്നല്ലോ, അന്നായിരുന്നു ഇൻ്റർനാഷണൽ യോഗ ഡേ. അപ്പോൾ ഇവരുടെ സ്കൂളിൽ രണ്ടിൻ്റെയും പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഫാദേഴ്സ് ഡേയുടെ പോസ്റ്റ്പോൺ ചെയ്തു ഈ ആഴ്ചത്തേക്ക്. അപ്പോൾ ഈ സാറ്റർഡേ ആണ് അതിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനും മോളും കൂടെ പോകാൻ റെഡിയാവാണ്. അവർക്ക് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ടീഷർട്ടും ബ്ലൂ ജീൻസും ആയിരുന്നു. പാറുവിൻ്റെ ബ്ലാക്ക് ടീഷർട്ട് ഇച്ചിരി പഴയതായി, ഇപ്പം ഇച്ചിരി ചെറുതായിപ്പോയി. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു ടോപ്പ് ബ്ലാക്ക് അല്ലേ അത് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും ഒരു ബ്ലൂ പാൻറ്റും ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ പാറുവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാറുവിന് ഇപ്പോൾ മുടി ഇത്തിരി ഇങ്ങനെ നീളം വെച്ചിട്ടുണ്ട്. അത് കാരണം മുടി കെട്ടാതെ എങ്ങും വരില്ല കേട്ടോ. എനിക്ക് മുടി കെട്ടിത്താന്ന് പറയും. സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും നേരത്തെ ഒരു ക്ലിപ്പൊക്കെ കുത്തി കൊടുത്താൽ പോവുമായിരുന്നു. ഇപ്പോൾ പറയും വേണ്ടമ്മ എനിക്ക് മുടി കെട്ടി തന്നാൽ മതി എന്ന് പറഞ്ഞ് മുടി കെട്ടിയിട്ടേ അവൾ പോവുള്ളൂ. അവളുടേതായ ഒരു കണ്ണാടി നോക്കലൊക്കെ ഉണ്ട് ഇപ്പോൾ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ പോവുക. അപ്പോൾ അവളെ ഒന്ന് റെഡിയാക്കി ഒന്ന് ഒരുക്കി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭക്ഷണമൊക്കെ ഒന്ന് ആക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കത് കഴിഞ്ഞ് കുളിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാണ് എനിക്ക്. ഇവർ പോയി കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഫോട്ടോയും കുറച്ച് വീഡിയോയും ഒക്കെ എടുത്തിട്ട് രണ്ടുപേരും കൂടെ അപ്പം തന്നെ സമയം പോയി എന്ന് പറഞ്ഞിട്ട് വേഗം പോയി കേട്ടോ. 9 മണിക്കായിരുന്നു പ്രോഗ്രാം. 9 to 10 ആയിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ തിരക്കിൽ അച്ഛനും മോളും കൂടെ ഓടിപ്പോവുകയാണ്. കഴിഞ്ഞ വർഷവും പാറുവിന് ഇതുപോലെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, ഫാദേഴ്സ് ഡേ. അന്ന് വൈറ്റ് ആയിരുന്നു. ഈ ഫോട്ടോ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷത്തെ. ഇത് ഈ വർഷത്തെ ഫോട്ടോ.
അപ്പോൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു. ഇത്തവണ പാറു മര്യാദ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വാ വാ. ആ എൻ്റെ മുന്നേ എവിടെ നോക്കട്ടെ, എവിടെ നോക്കട്ടെ. ഐ ലവ് യു ഡാഡ്. അമ്മ കൊള്ളാല, വിയർത്ത് പോയല്ല, ക്ഷീണിച്ച രണ്ടുപേരും. പാറുമ്മ ഗെയിം ഉണ്ടായിരുന്നോ പാറു? ഗെയിംസ് ഉണ്ടായിരുന്നോടാ? കളിക്കാനേ ഉള്ളോ? ആഹാ, എല്ലാരും വന്നിട്ടുണ്ടായിരുന്നോ? അധികം പേരൊന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പോയി വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ അടുപ്പിച്ച് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പൊന്നേരിയാണ്, പൊന്നിയേരി കേട്ടോ. അപ്പോൾ വെള്ളച്ചോറ് എന്നാണ് പാറു പറയുന്നത്. പാറുവിന് വെള്ളച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും മട്ടരിയാണ് ഉപയോഗിക്കണേ. എനിക്ക് വെള്ളച്ചോറ് മതി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. അവൾക്ക് എന്തോ അതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. മിക്കവാറും നമ്മുടെ സമാജത്തിൽ പോകുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കേട്ടോ, ഇവിടെ വളരുന്ന പിള്ളേർക്കൊക്കെ ഈ വെള്ളച്ചോറ് മതിയെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമാജത്തിൽ ഈ ഓണം സദ്യക്ക് വരെ പൊന്നേരി ആയിരിക്കുള്ളൂ. കാരണം പിള്ളേരാരും കഴിക്കില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട്, മട്ടരി ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ്. അപ്പം ഇവിടെ പാറുവിന് ഞങ്ങൾ മട്ടരി സ്ഥിരം വെക്കുന്നതുകൊണ്ട് അവൾ കഴിച്ചോളും. പക്ഷേ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലൊരു ഇഷ്ടം കൂടുതലാണ് ഈ വെള്ളരിനോട്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ട് ഞാൻ തോരൻ വെക്കാൻ വേണ്ടി റെഡിയാക്കി എടുക്കുകയാണേ. ബീട്രൂട്ട് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് എടുക്കൂലേ, അങ്ങനെ എടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാറുണ്ട്, ഇങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. കട്ട് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോഴും വെന്ത് കിട്ടാനൊരു ഇച്ചിരി താമസം പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ പൊടിയായിട്ട് ഈ ചോപ്പ് ചെയ്തെടുക്കൂലേ, അതെനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആവുന്ന പോലെ തോന്നാറുണ്ട്. അതെനിക്ക് തോന്നുന്നതായിരിക്കും ചിലപ്പോൾ. പക്ഷേ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കൂലേ, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു റെസിപ്പിയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ബീട്രൂട്ടിൻ്റെ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്ന പോലെ തോന്നും. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. വെള്ളം ഇല്ലാതെ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുമ്പോഴാണ് എൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് കഴിക്കാനായിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുക. അപ്പോൾ രാവിലെ ദോശ മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക, സ്നാക്സോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ മുട്ട പുഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും മുട്ട പുഴുങ്ങിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അതും കൊടുത്തു. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത്രയും അടുക്കളയിൽ കുറച്ച് ഒതുക്കിയിട്ടാണ് പിന്നെ ഒന്ന് എൻ്റേതായ ഒരു മോയ്സ്ചറൈസറും ലിപ് ബാമും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. കുളിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ലാത്തൊരു സമയമായിരിക്കുള്ളൂ. അപ്പം ഞാൻ ഇത്രേ ചെയ്യാറുള്ളൂ കുളിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, ലിപ് ബാം ഇടും, ചിലപ്പോൾ കണ്ണെഴുതും. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തായാലും ഒരുങ്ങുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ കണ്ണെഴുതിയേക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ണും കൂടെ എഴുതി. പൊട്ട് തൊട്ടില്ലെങ്കിൽ ഷൈജേട്ടന് ചോദിക്കൂട്ടെ, എന്താ പൊട്ട് തൊടാത്തതെന്ന് ചോദിക്കും. പണ്ട് ഞാൻ പൊട്ടൊന്നും തൊടലൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും. പക്ഷേ ഷൈജേട്ടൻ ചോദിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ പൊട്ട് തൊടാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഒക്കെ തൊടുമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴും ഞാൻ പൊട്ട് തൊടാറുണ്ട്. വാസ്ലിൻ്റെയാണ് ഞാൻ മോയ്സ്ചറൈസറും ലിപ് ബാമും യൂസ് ചെയ്തിരിക്കുന്നത്. വാസ്ലിൻ്റെ ക്ലൗഡ് സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോയ്സ്ചറൈസറാണ്. ഫേസ് ബോഡി മോയ്സ്ചറൈസറാണ്. SPF 50 ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ചൂടും വെയിലൊക്കെ ഒന്നും കൊണ്ടാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരുക്കൊക്കെ കഴിഞ്ഞു. പടപടാന്ന് കഴിയും കേട്ടോ. അല്ലെങ്കിൽ ഇവിടുത്തെ ചൂടിനുണ്ടല്ലോ വേറെ ഒന്നും നമുക്ക് ഇടാനും പറ്റില്ല. നമ്മൾ ഇതെല്ലാം അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് വിയർത്തിട്ടുണ്ടാവും. ഇവിടെ ചൂടിപ്പോൾ കുറഞ്ഞു എന്ന് പറഞ്ഞാലും ആ 2 ദിവസത്തെ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞു. പിന്നെയും ചൂടുണ്ട്. നമുക്ക് എപ്പോഴും ഒരു ഇറിറ്റേഷൻ തോന്നുന്ന ടൈപ്പ് ചൂടാണ്.
അപ്പം അതങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഞാനിപ്പം കുക്കിങ്ങൊക്കെ ഈവനിങ്ങിൽ മിക്കവാറും കുറയ്ക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു വട്ട് തോന്നിയാൽ മാത്രം ഞാൻ ചിലപ്പോൾ കയറി എന്തെങ്കിലും ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എല്ലാം നേരത്തെ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിതിൽ മുളക് പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ നമ്മുടെ തോരനിൽ. പച്ചമുളക് കുറച്ച് എരിവ് മതി ഇവിടെ. അപ്പോൾ പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, സവോള, പിന്നെ ഇത്തിരി വെളുത്തുള്ളി, ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ട് പിന്നെ നമ്മുടെ ഈ സവോള എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴന്നാൽ മതി, ഭയങ്കരമായിട്ടൊന്നും ആവണ്ട. ഒന്ന് ആ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് കുറഞ്ഞു വരുമ്പോഴേക്കും ഞാൻ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ നല്ല ഗ്രേറ്റ് ചെയ്തിട്ടേക്കുന്നതല്ലേ, പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ. ഇതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല. പക്ഷേ ഷൈച്ചേട്ടനോട് കൊടുക്കുമ്പോൾ ഷൈച്ചേട്ടനും ഇത് തന്നെയാണ് ഇഷ്ടം, ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും. പിന്നെ ഞാൻ നേരത്തേക്ക് തോരൻ മിക്കവാറും തോരന് ഞാൻ ജീരകം ഒന്ന് ഒതുക്കുമായിരുന്നു തേങ്ങയിലിട്ടിട്ട്. പക്ഷേ ഈ തോരന് ഞാൻ ജീരകം ഒന്നും ഒതുക്കിയിട്ടില്ല, ചുമ്മാ തേങ്ങ ഒതുക്കുകയും കൂടെ ചെയ്യാതെ വെറുതെ ഇടുവാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. 1-2 പ്രാവശ്യം ഞാൻ അടച്ചു വെച്ച് ഇങ്ങനെ വേവിച്ചായിരുന്നു കേട്ടോ, വെള്ളം ഒട്ടും ഇട്ടിട്ടില്ല. ഇങ്ങനെ ഈ ബീട്രൂട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അതായത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം നമ്മൾ, അങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഒട്ടും വെള്ളവും ചേർക്കരുത്. അതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബീട്രൂട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്തുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നല്ല സാധനമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെയും നമ്മൾ പിങ്ക് റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. പാറുവിന് ഇതും തൈരും കൂടെ കൂട്ടി ഞാൻ ചോറ് കൊടുക്കും. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. പിങ്ക് റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പൊന്നു റൈസിൻ്റെ കൂടെ ഈ ബീട്രൂട്ട് ഉപ്പേരി ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. ഞാനപ്പം ഈ നമ്മുടെ പൊന്നി റൈസും ഇതിൽ തന്നെ തെർമൽ കുക്കറിൽ തന്നെ വെക്കാറുണ്ട് കേട്ടോ. അതിനധികം സമയമൊന്നും വേണ്ട, നല്ല വിട്ടുള്ള ചോറായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലൊരു ഊറ്റപ്പാത്രം ഉണ്ടല്ലോ, അതിലാണ് ഞാനിപ്പോൾ നമ്മുടെ ഈ തെർമൽ കുക്കറിൻ്റെ കലം വാർക്കുന്നത് കേട്ടോ. നല്ല സുഖമായിട്ട് വാർക്കാൻ പറ്റും ഇതിൽ. ഇതിങ്ങനെ ഞാൻ എന്തിൽ വാർക്കും, ഇതിനെ പറ്റിയ പാത്രമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയയിൽ കിട്ടിയത്. നല്ല സുഖമായിട്ട് വാർക്കാൻ പറ്റും, കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ, അതിലൊട്ടും വീണ് പോവാതെയൊക്കെ. അപ്പോൾ തലേ ദിവസത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. ഇത് മുള്ളൻ തിളപ്പിച്ചതാണ് കേട്ടോ, കുറിച്ചിൽ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് തിളപ്പിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതാ ചോറും ഈ ബീട്രൂട്ട് തോരനും ഒക്കെയാണ് ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ വീഡിയോ നിർത്തുവാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ബൈ, വീണ്ടും കാണാം.